ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. വീട്ടിനടുത്ത് തന്നെ വളരെ മനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ട്. ഒന്ന് റിലാക്സ് ചെയ്യാൻ, സൈറ്റ് സീയിങ്ങിന്, ഫോട്ടോഷൂട്ടിന് എല്ലാം നമ്മുടെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അധികം പേരും അങ്ങോട്ടൊന്നും പോവാറില്ല. ഇതാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ സ്ഥാപിതമായതാണിത്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയാലും ഇത് കാണാം. അപ്പോൾ ഏതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ? നമ്മൾ പാലക്കാട്ടുകാരുടെ സ്വന്തം ബ്രിട്ടീഷ് പാലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് മണപ്പുള്ളിക്കാവിൽ നിന്നും ചിറ്റൂർ റോഡിലേക്ക് നമ്മളിപ്പോൾ കയറി. ഇപ്പോൾ കടന്നു പോകുന്ന വഴിയുടെ രണ്ട് വശവും മരങ്ങളുണ്ട്. നല്ല തണലും കാറ്റുമൊക്കെ ഉണ്ട് ഇവിടെ. കനാലിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. മലമ്പുഴ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇത്. വളരെ ശാന്തവും മനോഹരവുമാണ് ഇവിടം. നേരെ ബ്രിട്ടീഷ് പാലത്തിലെത്തും ഈ വഴി. ഈ പാലത്തിൻ്റെ ഒരു സൈഡിലൂടെ ചെറിയ വണ്ടികൾക്ക് കടന്നു പോവാം. മറ്റൊരു സൈഡിലൂടെ നടപ്പാതയുമുണ്ട്. ഇടയിലൂടെ ഒരു കനാലും പോകുന്നുണ്ട്. താഴെ നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്നുമുണ്ട്. നമുക്ക് ഈ നടപ്പാതയിലൂടെ ഒന്ന് വെറുതെ നടക്കാം. ഇടവിട്ട് ആർച്ചുകൾ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ പുഴയുടെ ഭംഗി ഒന്നുകൂടെ നന്നായി ആസ്വദിക്കാം. വലതുവശത്തേക്കൊന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട പാലക്കാട് മെഡിക്കൽ കോളേജാണ് ദൂരെ കാണുന്ന ആ ബിൽഡിംഗ്. വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് പേർ ഇങ്ങോട്ട് വരാറുണ്ട്. സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ എന്നിവരെയും നമ്മൾ അവിടെ കണ്ടു. പുഴയ്ക്കു കുറുകെ കൂറ്റൻ തൂണുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ജലമൊഴുകുന്ന കനാലാണ് ബ്രിട്ടീഷ് പാലം. അക്വാഡക്ട് കാറ്റഗറിയിൽപ്പെട്ട ഒരു ബ്രിഡ്ജാണ് ബ്രിട്ടീഷ് പാലം. താഴ്വരകളോ മലയിടുക്കുകളോ പോലുള്ള വിടവുകളിലൂടെ ജലപാതകൾ എത്തിക്കുന്നതിനായി നിർമ്മിച്ച പാലങ്ങളാണ് അക്വഡക്റ്റുകൾ. മുഴുവൻ ജലപാതയെയും പാലത്തെയും സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പാലത്തിൻ്റെ മറുവശത്തെത്തി. അതാ കാണുന്നത് താഴേക്കിറങ്ങി പോകാനുള്ള വഴിയാണ്. ഇപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കുന്നു. സ്റ്റെപ്പൊന്നും കാണുന്നതേ ഇല്ല. ഇതിലൂടെ പോയാൽ താഴെ പുഴയുടെ അടുത്തെത്താം. കുറേ പേർ ഇറങ്ങി താഴെ ഇരിക്കുന്നത് ഇവിടെ നിന്നും കാണാം. എങ്ങനെയാണാവോ അവർ അവിടെ എത്തിയത്? ചെറിയ വണ്ടിക്ക് മാത്രം വരാവുന്ന ബ്രിഡ്ജിലെ വഴിയിലൂടെ വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ പോകും. പാലത്തിൻ്റെ നടുവിലൂടെ വരുന്ന മലമ്പുഴ വെള്ളം ഇതാ പോകുന്നു. നടപ്പാതയിലൂടെ വരുന്നവർക്ക് ഈ കനാൽ വരമ്പ് വഴി പോകാം. ഈ ലൊക്കേഷൻ്റെ ഭംഗി കാരണം ഒടിയൻ പോലുള്ള കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാലം ഫോട്ടോഷൂട്ടിന് പേര് കേട്ടൊരു സ്ഥലമാണ്. സേവ് ദ ഡേറ്റും മറ്റും ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഫ്രണ്ട്സുമായിട്ട് വന്ന് ഒരുമിച്ചിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം. നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല രസമാണ്. പാലക്കാടുകാരാണെങ്കിൽ തീർച്ചയായും വരണം. നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം. നല്ല തിരക്കായി തുടങ്ങി. ജോലി കഴിഞ്ഞ് പോകുന്നവരെയും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും നമുക്കിവിടെ കാണാം. ഈ ബ്യൂട്ടിയും ഫീലും പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. വളരെ വീതി കുറഞ്ഞ കുത്തനെയുള്ള സ്റ്റെപ്സാണ്. സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. കുറച്ചു ദൂരം ഞങ്ങൾ ഇറങ്ങി, പിന്നെ തിരിച്ചു കയറി. പക്ഷെ കുറച്ചു കുട്ടികൾ ഇതുവഴി താഴെ എത്തിയിട്ടുണ്ട്. അവർ വെള്ളത്തിൽ കളിക്കുകയാണെന്ന് തോന്നുന്നു. സൂര്യപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഈ ബ്രിഡ്ജ് കാണാൻ എന്തൊരു ഭംഗിയാണ്. അസ്തമ സൂര്യന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ വന്നാൽ അത് വേണ്ടുവോളം ആസ്വദിക്കാം. ഫോട്ടോഗ്രാഫർമാർക്കും നല്ലൊരു കാഴ്ചയാണിത്. വെറുതെ കുറേ കാശും മുടക്കി ലോങ് ജേർണിയൊക്കെ പോകുന്നതിലും നല്ലത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പാലക്കാടിലെ ചിറ്റൂർ റോഡിലുള്ള കരിങ്കരപ്പുള്ളിയിലെ ബ്രിട്ടീഷ് ബ്രിഡ്ജിനോട് ബായ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ വണ്ടിയുടെ സൈഡിലൂടെ കുറേ റൈഡർമാർ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.